ഡൽഹിയുടെ രാഷ്ട്രീയ ഹൃദയഭൂമിയായ ജന്തർ മന്ദറിനെ നടുക്കിക്കൊണ്ട് ആ അപ്രതീക്ഷിത സംഭവം അരങ്ങേറുമ്പോൾ ആരും കരുതിയില്ല ഇതൊരു വലിയ കൊടുങ്കാറ്റിന്റെ തുടക്കമായിരുന്നെന്ന്. കേന്ദ്ര ഭരണകൂടത്തിന്റെ ചങ്കെടുപ്പ് കൂട്ടിക്കൊണ്ട് നീറ്റ് പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെയും വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനിന്റെ രാജി ആവശ്യപ്പെട്ടും കോക്രോച്ച് ജനതാ പാർട്ടി അഥവാ CJPയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സമരം സമാനതകളില്ലാത്ത പോരാട്ടമായി മാറിക്കഴിഞ്ഞു. 21 ദിവസമായി ജന്തർ മന്ദറിൽ തുടരുന്ന പ്രമുഖ വിദ്യാഭ്യാസ പരിഷ്കർത്താവ് സോനം വാങ്ചുക്കിന്റെ നിരാഹാര സമരപന്തലിലേക്ക് അതിശക്തമായ പോലീസ് വ്യൂഹമാണ് ഇരച്ചു കയറിയത്. ലക്ഷ്യം ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ: മറ്റന്നാൾ നടക്കാനിരിക്കുന്ന വമ്പൻ പാർലമെന്റ് മാർച്ചിന് മുൻപ് സമരം പൂർണ്ണമായും അടിച്ചമർത്തുക, സമരക്കാരെ അവിടെ നിന്ന് തുരത്തുക. തന്റെ ശരീരഭാരത്തിന്റെ 20% നഷ്ടപ്പെട്ടിട്ടും ഉള്ളിവില കൂടിയപ്പോൾ ഇവിടെ സർക്കാരുകൾ വീണിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികളുടെ ഭാവിക്കായി ഈ ഭരണകൂടത്തെ ഞങ്ങൾ ചോദ്യം ചെയ്യും. ഇത് അർദ്ധരാത്രിയിൽ പ്രഖ്യാപിച്ച സോനം വാങ്ചുക്കിനെ പുലർച്ചെ 7 മണിയോടെ ഡൽഹി പോലീസ് വളയുകയായിരുന്നു. ഹൈക്കോടതി വിധി ചൂണ്ടിക്കാട്ടി ആരോഗ്യസ്ഥിതി മോശമാണെന്ന കാരണത്താൽ ബെഡ്ഷീറ്റുകൾ കൊണ്ട് സമരവേദി മറച്ച് വൻ പോലീസ് സന്നാഹത്തോടെ സോനം വാങ്ചുക്കിനെ അവർ ബലം പ്രയോഗിച്ച് ആംബുലൻസിലേക്ക് മാറ്റി ആശുപത്രിയിലാക്കി. എന്നാൽ കളി അവിടെ തീർന്നില്ല. വരാനിരിക്കുന്ന പാർലമെന്റ് സമ്മേളനത്തിന് തൊട്ടു മുൻപ് നടക്കുന്ന ഈ സമരം കേന്ദ്ര സർക്കാരിന് വലിയൊരു ഭീഷണിയായതിനാൽ സമരവേദി പൂർണ്ണമായും ഡൽഹി പോലീസും അർദ്ധസൈനിക വിഭാഗങ്ങളും കൈയടക്കി. JNUവിലെ വിദ്യാർത്ഥികളെ കൂടിയും കസ്റ്റഡിയിലെടുക്കാൻ പോലീസ് നീക്കം തുടങ്ങിയതോടെ ജന്തർ മന്ദർ ഒരു യുദ്ധക്കളമായി മാറി. പക്ഷെ അപ്പോഴും പോലീസിന്റെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ചുകൊണ്ട് ഒരു വൻ ട്വിസ്റ്റ് ബാക്കിയുണ്ടായി. പ്രതിഷേധങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന CJP അധ്യക്ഷൻ അഭിജിത് ദീപ്കയെ തളയ്ക്കാൻ പോലീസ് അദ്ദേഹത്തിന്റെ താമസ സ്ഥലം വളഞ്ഞ് വീട്ടുതടങ്കലിൽ എന്നോണം പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. അവിടെ വെച്ച് പോലീസിന്റെ ക്രൂരമായ മർദ്ദനത്തിന് ഇരയായിട്ടും മോദി പോലീസിന്റെ സകല സുരക്ഷാ വലയങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ആ പ്രമുഖ നേതാവ് കുതറിയോടി. ജന്തർ മന്ദറിന്റെ സുരക്ഷാ മതിലുകൾക്ക് മുന്നിൽ പോലീസ് കാവൽ നിൽക്കുമ്പോൾ ആരും പ്രതീക്ഷിക്കാത്ത വശത്തു നിന്നും ആ വമ്പൻ മതിൽ ചാടി കടന്നുകൊണ്ട് അഭിജിത് ദീപ് സമരവേദിയിലേക്ക് സിംഹത്തെ പോലെ ഇരച്ചു കയറി. പോലീസിനെ മുഴുവൻ വിറപ്പിച്ചുകൊണ്ട് കൺമുന്നിൽ വെച്ചായിരുന്നു ആ അവിശ്വസനീയമായ മതിൽച്ചാട്ടം. അപ്രതീക്ഷിതമായി വേദിയിലേക്ക് എത്തിയ തങ്ങളുടെ പ്രിയ നേതാവിനെ കണ്ട് വിദ്യാർത്ഥികളും CJP പ്രവർത്തകരും ആവേശത്തിലായി. പോലീസിന്റെ നെഞ്ചിലേക്ക് വിരൽ ചൂണ്ടി അദ്ദേഹം പ്രഖ്യാപിച്ചു: സോനം സാറിനെ മാറ്റിയാൽ ഈ സമരം തീരുമെന്ന് ആരും കരുതേണ്ട, ഞങ്ങൾ കീഴടങ്ങില്ല, ഈ സമരത്തിൽ നിന്ന് പിന്നോട്ടുമില്ല. ധർമ്മേന്ദ്ര പ്രധാനിന്റെ രാജി മാത്രമല്ല, ഈ ക്രൂരതയ്ക്ക് ശേഷം നരേന്ദ്രമോദിയുടെ രാജി വരെ ഞങ്ങൾ ആവശ്യപ്പെടും. പോലീസിന്റെ കണ്ണിലെണ്ണയൊഴിച്ചുള്ള കാവലിനെയും മർദ്ദനമുറകളെയും വെല്ലുവിളിച്ച് വിദ്യാർത്ഥി യുവജന പോരാട്ടം അവിടെ കൂടുതൽ ശക്തമായി ജ്വലിക്കുകയാണ്. അധികാരം കൊണ്ട് അടിച്ചമർത്താൻ നോക്കിയ ഭരണകൂടത്തിന് നേരെ മതിൽ ചാടി വന്ന് പോലീസിനെ വിറപ്പിച്ച ഈ നേതാക്കളുടെ പോരാട്ട വീര്യം ഡൽഹി രാഷ്ട്രീയത്തെ ഉഴുതുമറിക്കുമെന്ന് ഉറപ്പാണ്. सोनम सर को जबरदस्ती हाथ उठाकर लेकर गए और वो जो पुलिस वाला हंस रहा है, वो जो पुलिस वाला हंस रहा है उसे चेहरे दिखाओ। ये देश के गद्दार है, ये देश के गद्दार है, ये देश की गद्दार है। ये पुलिस देश की नहीं है, ये पुलिस BJP की, ये देश की पुलिस नहीं है, ये देश की पुलिस नहीं है, ये मोदी के पाले हुए लोग हैं, ये मोदी के टुकड़ों पर चलने वाले लोग हैं। मैं जैसे ही 1 सेकेंड, मैं जैसे ही 7 बजे अपने दोस्त के यहाँ गया था फ्रेश होने, मैं जैसे ही 7 बजे अपने दोस्त के यहाँ गया था फ्रेश होने, यहाँ से उठकर दिल्ली पुलिस के लोग आए, मेरे से मारपीट की, मेरे को मुझे इन्होंने सड़क पर घसीटा, मेरा फोन ले लिया और मैंने बोला ऐसा क्यों कर रहे हैं, मैं कोई क्रिमिनल थोड़ी ना हूँ। कहते हैं बड़ी चर्पी चढ़ी थी ना तुम लोगों में, अब तुम्हें बताते हैं हम क्या है। और मैंने कहा लगा दिल्ली पुलिस ने अभी तक बताया नहीं है। दिल्ली पुलिस ने सोनम सर को किडनैप कर लिया है। यहाँ पर पुलिस के साथ मारपीट की है ना, यहाँ पर पुलिस के साथ मारपीट की है ना, मुझे भी मारा गया, पीटा गया, सड़कों पर
घसीटा गया। दिखा दो मीडिया को। जितने भी लोग देश में ये देख रहे हैं, उनसे अपील करता हूँ, उनके हाथ जोड़कर रिक्वेस्ट करता हूँ। 1 महीना हम यहाँ पर बैठे थे, सोनम वांगचुक ने अपनी जान दांव पर लगा दी थी, उनको भी जबरदस्ती घसीट कर लेकर गई है पुलिस यहाँ से। हमें भी मारा गया है, स्टूडेंट को मारा गया है, तो इस देश की जनता को सड़कों पर उतरना पड़ेगा। इस देश की जनता को सोनम सर के लिए सड़कों पर आना पड़ेगा। जितने भी लोग हैं, सारे देश की जनता सड़कों पर आकर शांतिपूर्ण प्रदर्शन करे सोनम सर के सपोर्ट में। दिल्ली पुलिस, जो इंसान 60 साल का है, 20 दिनों से भूखा है, दिल्ली पुलिस उसको यहाँ से भी घसीट कर लेकर गई है।